തിരുവനന്തപുരത്ത് ആശാ വർക്കേഴ്സിന്റെ സമരം നടക്കുന്നുണ്ട്. ക്ലിഫ് ഹൗസിന് മുന്നിലായിരുന്നു അവരുടെ പ്രതിഷേധം. ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്കാണ്. സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നവർ വ്യക്തമാക്കുന്നുണ്ട്. നാളുകളായി അവർ സമരത്തിലാണ്. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവരുടെ സമരം. രാവിലെ മുതൽ തന്നെ അവർ അവിടെ സംഘടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ബാരിക്കേഡ് വെച്ച് പോലീസ് ആ പ്രതിഷേധം തടഞ്ഞതാണ്. നേരത്തെ അവിടെ എത്തിയ ACP ഈ സമരക്കാരുമായി ചർച്ച നടത്തിയിരുന്നു. അവിടെ ക്രമസമാധാന പ്രശ്നമുണ്ട്, സമരം തുടരാൻ പാടില്ല എന്ന് ACP വ്യക്തമാക്കിയതാണ്. പക്ഷേ അപ്പോഴും സമരക്കാർ പിരിഞ്ഞു പോകുന്നില്ല, ആശാ വർക്കേഴ്സ് പിരിഞ്ഞു പോകുന്നില്ല. അവരിപ്പോഴും അവിടെ സമരം തുടരുകയാണ്, മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട്. ബാരിക്കേഡിന് മുകളിൽ ചില ആശമാർ കയറി നിൽക്കുന്നുണ്ട്. അവർ ഉന്നയിക്കുന്ന വിവിധ ആവശ്യങ്ങളുണ്ട്. സർക്കാർ തന്നെ അക്കാര്യത്തിൽ ചില ഇടപെടലുകളൊക്കെ നടത്തിയിരുന്നു. ഒരു സമിതി അടക്കം നിയോഗിച്ചിരുന്നു. ആ സമിതിയുടെ റിപ്പോർട്ട് ഇപ്പോൾ സർക്കാരിൻ്റെ മുൻപിലുണ്ട്. ശുപാർശകൾ സർക്കാരിൻ്റെ മുൻപിലുണ്ട്. മേഘന മുരളി വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. മേഘന, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, 256-ാം ദിവസത്തിലേക്ക് ആശമാരുടെ സമരം കടുക്കുമ്പോൾ അത് ക്ലിഫ് ഹൗസ് മാർച്ച് അത് കടുപ്പിക്കാൻ തന്നെയാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം. ഇപ്പോൾ ഈ ബാരിക്കേഡ് മറികടന്നുള്ള ഒരു ശ്രമമാണ് ആശാപ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കഴിഞ്ഞ 4 മണിക്കൂറായി പ്രവർത്തകർ ക്ലിഫ് ഹൗസിന് മുന്നിൽ ബാരിക്കേഡിന് മുകളിലും മറ്റുമായി ഇരുന്ന് സമരം ചെയ്യുകയാണ്. അതിന്റെ ഭാഗമായി ഇതാ ഇപ്പോൾ ഒരു നടപടി അല്ലെങ്കിൽ അനുകൂല തീരുമാനമില്ലാത്ത സാഹചര്യത്തിൽ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം, അതിൽ ഈ ബാരിക്കേഡ് മറികടന്ന് പുറത്തേക്ക് ചാടുന്ന പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നുമുണ്ട്. കൂടുതൽ വനിതാ പോലീസുകാർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ 4ാമത്തെ തവണയാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. പക്ഷേ അവർ പിന്മാറാൻ തയ്യാറല്ല. അവരുടെ ആവശ്യങ്ങളായിട്ടുള്ള ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ നൽകുക എന്നീ ആവശ്യങ്ങൾ പരിഗണിക്കാതെ ഈ ഇവിടെ നിന്ന് ക്ലിഫ് ഹൗസിന് മുന്നിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് ആശാപ്രവർത്തകർ പറയുന്നത്. മുഖ്യമന്ത്രിയെ അവർക്ക് കാണണം, അവർക്ക് കണ്ട് അവരുടെ ആവശ്യങ്ങൾ വീണ്ടും പറയണം, അതിനായി ഒരു അവസരം നൽകണം എന്ന കാര്യം കൂടി ഇപ്പോൾ ആശാപ്രവർത്തകർ പറയുന്നുണ്ട്. ഇവിടെ പോലീസ് ഇതുവരെ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ തയ്യാറായിട്ടില്ല. മറിച്ച് ഒരു ചർച്ചയ്ക്ക് ACP എത്തുകയും അവരുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അവർ അവരുടെ നിലപാട് അറിയിച്ചു. ആശാപ്രവർത്തകർ പറയുന്നത് രാത്രി വൈകിയും ഈ സമരം തുടരും എന്നുള്ളതാണ്. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. അതിനുശേഷവും പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് പോകുന്നത്. കൂടാതെ ഈ ബാരിക്കേഡിന് ഇരുവശങ്ങളിലുമായുള്ള സ്ഥലങ്ങളിൽ കൂടി കയറാനുള്ള ഒരു ശ്രമം കൂടി ഇപ്പോൾ സമര നേതാവ് അടക്കമുള്ള ആളുകൾ ഈ ബാരിക്കേഡിന് തൊട്ടപ്പുറത്തുള്ള സ്ഥലത്തുകൂടി അപ്പുറത്തേക്ക്, അതായത് ക്ലിഫ് ഹൗസിന് ബാരിക്കേഡ് വെച്ച് തടഞ്ഞ അപ്പുറത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം കൂടിയാണ് നടത്തുന്നത്. അങ്ങനെ ഒരു സംഘർഷ സാധ്യത അടക്കം നിലവിലുണ്ട്. ഇപ്പോൾ പോലീസ് ഒരു സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ മറ്റു രീതിയിലേക്ക് കടന്നിട്ടില്ല. മറിച്ച് 4 തവണ ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ കടന്നത്. എന്തായാലും ഇവർ ഇപ്പോൾ ആശാപ്രവർത്തകരടക്കം പറയുന്നത് ഇവർ സമരം അവസാനിപ്പിക്കില്ല, രാത്രി വൈകിയും സമരം തുടരുമെന്നുള്ളതാണ്. കൂടാതെ ഇതിൽ ഈ കഴിഞ്ഞ ഒരു വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വിദഗ്ധ സമിതി റിപ്പോർട്ടിലടക്കം ഉള്ള ആവശ്യങ്ങൾ അത് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ആശാപ്രവർത്തകർ പറയുന്നത്. ആശാപ്രവർത്തകരുടെ അവർ ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമത്തിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.